നവജാത ശിശുവിന്റെ മരണം ആരോഗ്യവകുപ്പ് ഇന്ന് തെളിവെടുപ്പ് നടത്തും. കോഴിക്കോട് അഡീഷണൽ DFO താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലെത്തിയാണ് തെളിവെടുപ്പ് നടത്തുക. കുഞ്ഞിന്റെ മരണത്തിന് കാരണം താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലെ ചികിത്സാ പിഴവാണ് എന്നാണ് ആരോപണം. വിവരങ്ങളുമായി ദിസ്ന ചേരുന്നുണ്ട്. ദിസ്ന, എന്താണ് ലഭിക്കുന്ന വിവരങ്ങൾ? ലക്ഷ്മി, ലഭ്യമായ വിവരം അനുസരിച്ച് നവജാത ശിശുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട ആരോഗ്യ വകുപ്പ് ഇന്ന് തെളിവെടുപ്പ് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ തെളിവെടുപ്പ് നടത്തിയിട്ടുണ്ട്. ഇതിൽ പ്രധാനമായും എടുത്തു പറയേണ്ടത് മാതാവായ പുതുപ്പാടി സ്വദേശിനി ബിന്ദുവിന്റെ പരാതിയിലാണ് അന്വേഷണം നടക്കുന്നത്. കോഴിക്കോട് അഡീഷണൽ DMOയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് താലൂക്ക് ആശുപത്രി സന്ദർശിച്ച് തെളിവെടുപ്പ് നടത്തിയത്. ചികിത്സാ രേഖകളുമായി ബിന്ദുവിനോട് എത്തുവാനും ഈ സംഘം ആവശ്യപ്പെട്ടിരുന്നു. ഇതേ തുടർന്ന് ബിന്ദുവും ഇന്ന് താലൂക്ക് ആശുപത്രിയിൽ എത്തിയിരുന്നു. തുടർന്ന് പരിശോധനകളൊക്കെ നടത്തിയതിനു ശേഷം ഇനി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൂടി അന്വേഷണം നടത്തിയതിനു ശേഷം തീരുമാനം അറിയിക്കാമെന്നാണ് ആരോഗ്യ വകുപ്പിൽ നിന്നും ലഭ്യമായ മറുപടി എന്നാണ് ബിന്ദു ഇപ്പോൾ നമ്മളുമായി പറഞ്ഞിട്ടുള്ളത്. ഇതിൽ പ്രധാനമായും KGMOA അടക്കമുള്ള സംഘടനകൾ ഇതുമായി ബന്ധപ്പെട്ട് താലൂക്ക് ആശുപത്രിയിൽ നിന്നുണ്ടായ പ്രശ്നമല്ല എന്നൊരു കുറിപ്പ് ഇന്നലെ വൈകുന്നേരത്തോടു കൂടി പുറത്തിറക്കിയിരുന്നു. ആശുപത്രിക്കെതിരെ ഉയരുന്നത് ന്യായീകരിക്കാനാവാത്ത ഒന്നാണ്. ഇത്തരത്തിൽ സംഭവം ഉണ്ടായിട്ടില്ല എന്നാണ് ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നും ഉയർന്നു വരുന്ന സംഭവം. എന്തായാലും ഈ കഴിഞ്ഞ ഡിസംബർ 13-നാണ് പ്രസവ വേദനയെ തുടർന്ന് ബിന്ദു താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ എത്തുന്നത്. തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തുകയായിരുന്നു. താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ എത്തിയ ബിന്ദുവിന് അവിടെ നിന്നും ചികിത്സ നിഷേധിക്കുകയും കുട്ടിയെ പുറത്തേക്ക് വന്ന കുട്ടിയെ അടിപ്പാ ഉപയോഗിച്ച് കെട്ടി എന്നാണ് ബിന്ദു ആരോപിക്കുന്നത്. തുടർന്ന് കുട്ടിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെന്റിലേറ്ററിലായിരുന്നു കുട്ടി. 4 മാസത്തോളം കുട്ടി വെന്റിലേറ്ററിലായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് കുട്ടി മരണപ്പെട്ടത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മാതാവ് ബിന്ദു സമരത്തിലേക്ക് അടക്കം നീങ്ങും എന്ന് മാധ്യമങ്ങളോട് വ്യക്തമാക്കിയ സാഹചര്യത്തിലാണ് ഇപ്പോൾ ആരോഗ്യ വകുപ്പ് തെളിവെടുപ്പ് നടത്തുന്നത്. ലക്ഷ്മി, ദിസ്നയാണ് വിവരങ്ങൾ നൽകിയത്.